വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാനിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ഹൽവയാണ്. അത് 2 ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അത് അടിക്കണം. അപ്പോൾ ഞാൻ അത് മിക്സിയിൽ അടിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ ബീറ്റ്റൂട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സിയിൽ നന്നായി അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ ഇരിക്കണം. പിന്നെ നമുക്ക് ഇതിൽ കോൺഫ്ലവർ ഇടണം. കോൺഫ്ലവർ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് ഇതിൽ നന്നായി മിക്സ് ചെയ്യണം. കട്ടയില്ലാണ്ട് നല്ലോണം മിക്സ് ആക്കാം. മിക്സിയിൽ അടിച്ചു കൊണ്ടുവന്ന ബീറ്റ്റൂട്ടിൽ ഞാൻ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നന്നായി മിക്സാക്കി. പിന്നെ നമുക്ക് പഞ്ചസാര ഇടണം. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. അപ്പോൾ ഞാൻ അടുപ്പത്ത് പാൻ വെച്ചു. അതിൽ 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ പഞ്ചസാര ഒരു 3/4 പാത്രം പഞ്ചസാര. അതുപോലെ 3 ഏലക്കായ ഞാൻ പഞ്ചസാരയിൽ പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇടുന്നു. നമ്മുടെ പഞ്ചസാര വെള്ളത്തിലേക്ക് നമ്മൾ അടിച്ചു വെച്ച ബീറ്റ്റൂട്ട് ഒഴിക്കണം. നന്നായി ഇളക്കണം. ഇത് നമുക്കിത് കട്ടയാവണ വരെ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി. പിന്നെ നമ്മൾ അതിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കണം. അതുപോലെ അണ്ടിപ്പരിപ്പും ബദാമും ചേർത്താക്കി ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട്. അത് അതിലിട്ടു. നമ്മളതിൽ പിസ്ത അതൊക്കെ ഇടാണ്ട, ഏത് വേണമെങ്കിൽ ഇടാം. മുന്തിരി ഇടാം, പിസ്ത ഇടാം. പിന്നെ നമ്മൾ കൈ എടുക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് പാനിൽ നിന്ന് വിട്ടു പോണ സ്റ്റേജിൽ നമ്മൾ അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ ഹൽവ ഏതാണ്ട് തയ്യാറായി. വേണ്ട ഇതുപോലെ വെള്ളമൊക്കെ നന്നായി വറ്റി. ഇത് നമുക്ക് നെയ്യ് ഒരു സ്പൂൺ ഞാൻ അതിൽ വീട്ടിയിട്ടുണ്ട്. നെയ്യിലിങ്ങനെ ഓയിലായാലും വീട്ടിയാൽ മതി കേട്ടോ. ബീറ്റ്റൂട്ട് ഹൽവ തയ്യാറായി. അപ്പോൾ ഒരു പാത്രത്തിൽ സെറ്റാക്കണം. അപ്പോൾ തുണ്ട് നെയ്യ് ഞാൻ ഈ പാത്രത്തിൽ വീട്ടിയിട്ട് അതിൽ സെറ്റാക്കാൻ പോവാം. എന്നിട്ട് അത് തണുപ്പിക്കാനായിട്ട് നമുക്ക് വെക്കണം. അപ്പോൾ നമുക്കത് തണുപ്പിക്കാനായിട്ട് വെക്കാം. നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ ഹൽവ തയ്യാറായി. ഞാനത് പുറത്ത് ഒരു അരമണിക്കൂറും ഫ്രിഡ്ജിൽ ഫ്രീസറിലല്ലാണ്ട് വെച്ചു.
അരമണിക്കൂറും വെച്ചു. അങ്ങനെ അത് പുറത്തേക്ക് എടുത്തു. എന്നിട്ട് ഞാൻ ഇത് പാത്രത്തിലാക്കാൻ പോവാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഹൽവ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ മുറിക്കട്ടെ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എൻ്റെ റെസിപ്പി വെച്ചിട്ട് ചെയ്ത് നോക്കിയോളോ. പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം. നമുക്ക് 2 ബീട്രൂട്ട് കൊണ്ട് നമുക്ക് നല്ല ഒരു ഹൽവ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കിയോളാം. വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.